എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമി സീരീസിൻ്റെ എപ്പിസോഡ് 79 ഓക്കെ. അപ്പോൾ ഈ എപ്പിസോഡിൽ ആദ്യം തന്നെ ഷിയോയോനോട് ആ ബോധിയിൽ കൂടെ അത് ഓഡീഷൻ ഹൗസിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു വിട്ടു. അത് കുറച്ച് ദിവസം എടുക്കുന്നത് കൊണ്ട് തന്നെ അവർ റൂമിനായിട്ട് പോവുകയാണ്. ഏത് ആ ഹേഗുവാങ് പൗലിൻ എൻട്രൻസിൽ വെച്ചൊരു ടോക്കൺ കൊടുത്തിടുക. അതുപോലെ അങ്ങോട്ട് ഷിയോയോനോട് ബോഡി സാൽവേ കിട്ടിയാൽ അവരുടെ പോയിസൺ അത് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പോൾ ഷിയോയൻ അതെങ്ങനെയാണെങ്കിലും ഒപ്പിക്കും. ആദ്യ റൂമിലേക്ക് പോയിട്ട് അതിന് തുല്യമായ പിൽസ് അതുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇടയ്ക്ക് സിയോൻ അവൾക്കൊരു മുട്ടായി ഇഷ്ടപ്പെട്ട് ആ കടയോടെ എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് അവർ ആ കൊടുത്ത ഹെയ്വാങ് പൗലിയൻ അത് അന്വേഷിച്ച് പോകണം. അങ്ങനെ പോകുമ്പോഴാണ് അവിടെ ഉള്ളവർ ഈ മോയൻ വാലി അല്ലെങ്കിൽ ഡീമൺ വാലി എന്ന് പറയുന്ന അവിടുത്തെ ആൾക്കാർ വരുന്ന കാര്യം പറയുന്നത്. ഷിയോയൻ അങ്ങനെ പോകുമ്പോൾ ഗ്രേ കളറിൽ കവർ ചെയ്ത ഒരാൾ, അയാളുടെ മുഖം കണ്ടില്ല, ആളെ കണ്ട് എന്തോ ഫെമിലിയർ ആയതുപോലെയും ഇഷ്യാനാണെങ്കിൽ അയാളുടെ അവറ അത് സ്റ്റേബിൾ അല്ല എന്നും തോന്നി പറയുന്നുണ്ട്. ഇതിന് പുറമെ ആ മിസ്റ്റീരിയസ് മാന് അയാൾക്കും ദേഷ്യം എന്നതുപോലെയും കാണിക്കുന്നുണ്ട്. അവസാന ഹെയ്വാങ് പൗലിയനിലെത്തി കയറുന്നതിന് മുൻപ് ഒരു ടോക്കൺ കൊടുത്തിടും. അതെവിടെയാണ് കൊടുക്കേണ്ടത്? അവിടെ ആകട്ടെ അക്രമം. ഇഷ്യാൻ മുൻപ് കണ്ട ആള് അതൊരു സാധാരണ ഓർഡിനറി മാനല്ല, അയാളുടെ അവർ അത് സ്റ്റേബിൾ അല്ല. എനിക്കെന്താ ഫെമിലിയർ ആയിട്ട് തോന്നി എന്ന് ചെയ്യുവാൻ ആ ടോക്കൺ അവിടെയുള്ള ഒരു കുട്ടിക്ക് കൊടുത്ത് ലാൻഡ് ഏരിയ എന്നൊരു സ്ഥലമാണ് കിട്ടിയത്. അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോകുന്നു. ഷിയോയാനും സിയാനും വരുമ്പോഴാണ് ഇഞ്ചിറൊക്കെ കൊയിലാങ് ഗാങ് അതിലെ ആൾക്കാർ വരുന്നത്. അതിലെ ലീഡർ കൊയ്ച്ച ആനെ കണ്ട് ആ കുട്ടിയൊന്നും മിണ്ടാതെ പോയി. അപ്പോഴേക്കും അവരെ തടഞ്ഞു. ചോദിക്കുമ്പോൾ ആ കുട്ടിയെ വേറെ ടീം വിട്ടു. കാര്യം ചോദിക്കുമ്പോൾ അവരുടെ ആൾക്കാരെ അടിച്ചത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. അവർക്ക് വേണ്ടത് എന്താണോ അത് കൊടുത്തു എന്ന് പറയുമ്പോൾ അവന്റെ ആരും അതിലുണ്ടായിരുന്നു. അവർക്ക് നല്ല ഇഞ്ചുറി പറ്റി, അതിന് പകരമായിട്ട് ചോദിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ എന്നാന്ന് കാണണമല്ലോ. അതിന് കൊഴിച്ച അവസാനം അടിക്കാനായിട്ട് വീശി എന്ന രണ്ടുപേരോട് വെച്ച് തടഞ്ഞ് തെറിപ്പിച്ചു കളഞ്ഞു. ഒരു ഡൗഹു അങ്ങനെയാണ് എതിർത്തെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രശ്നത്തിലാണല്ലേ പെട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊഴിച്ച അപ്പോൾ തന്നെ ഇപ്രാവശ്യം തന്നെ വെറുതെ വിടുന്നു. പക്ഷെ ഇനി അങ്ങനെ ആകണമെന്നില്ല എന്ന് പറയുമ്പോഴാണ് സിയാന്റെ മുട്ടായി അത് പൊട്ടിപ്പോയി. ഷിയോയൻ അത് മനസ്സിലാക്കിയിട്ട് ശരി എന്നാൽ ഇവളുടെ മുട്ടായി അത് പൊട്ടിപ്പോയി, അതിന്റെ ദേഷ്യമുണ്ട്. അത് പറയുമ്പോൾ ശരി എനിക്ക് ഒരു 3 ഹിറ്റ് വന്നാൽ മതി, ഇനി അവൾ വല്ലാണ്ട് പറ്റിയ എന്നെ ഒന്നും പറയരുത്, കാരണം ഒരു കൊച്ചു കുട്ടിയല്ലേ. അത് സംബന്ധിച്ച് അവളുടെ പവർ കാണിച്ച് ഒറ്റ അടി, അതിൽ തന്നെ എല്ലാവരും വീണു. അടുത്ത അടി അടിയാൻ വന്നത് മാസ്റ്റർ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് ഒരുത്തം വന്നിട്ട് സിയാൻ എതിർക്കാനായിട്ട് തുടങ്ങി. അവർ സ്കില്ല് വെച്ച് അത് ഇവളെ തട്ടി അകറ്റി. അടുത്തൊരു സ്കില്ല് അത് യൂസ് ചെയ്ത് വരുമ്പോൾ സിയാൻ അവളെ പിടിച്ച് ആ വന്നത് തടഞ്ഞു. ഒരു കൊച്ചു കുട്ടിക്കെതിരെ ഇത്രയും പവർഫുള്ളായി സ്കില്ല് ഉപയോഗിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഇവളെത്ര സിമ്പിൾ അല്ല, ഇവരെ അടിച്ചത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ഹെയ്വാങ് പൗലിയിലെ മാനേജറാണ് മോയ എന്ന് പറയുമ്പോൾ മുൻപ് പ്രോബ്ലം ആയപ്പോൾ എന്തുകൊണ്ട് തടഞ്ഞില്ല? അതിന് ഇത് ബ്ലാക്ക് കോർണർ റീജിയനല്ലേ, ഇതൊക്കെ ഇവിടെ സാധാരണമാണ്, ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് വരികയുള്ളൂ എന്ന് മോയ. ഇഷ്യാനാണെങ്കിലും ഫൈറ്റ് വേണ്ട പോകാം എന്ന് പറയുന്നു. എന്നാൽ സിയാൻ സമ്മതിക്കാതിരിക്കുമ്പോൾ അവിടെ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നു. ഇവിടെ ഹിഡൻ മാസ്റ്റേഴ്സ് കൊണ്ട് വെറുതെ പ്രോബ്ലം ആകണ്ട. എന്ത് തന്നെയാലും ഇഷ്യാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തത് കണ്ട് അതിശയം, കാരണം അവളുടെ സ്ട്രെങ്തിൽ ഇവിടെ ഇരിക്കുന്ന ആരും ഒന്നുമല്ല എന്നതാണ്. അവരോട് ഇനി പ്രോബ്ലം ആയിട്ട് വരരുത്, അങ്ങനെ വന്നാൽ ആര് ഹെൽപ്പ് ചെയ്താലും കാര്യം ഉണ്ടാകില്ല. അങ്ങനെ പറഞ്ഞ് പ്രോബ്ലം സോൾവ് ആയി പോകുന്നു. അവർ നടന്നു പോകുമ്പോൾ ഇനി ഫ്യൂച്ചറിൽ വല്ല പ്രശ്നം വന്നാൽ എന്നോട് പറഞ്ഞാൽ മതി, പേരങ്ങനെ ചോദിക്കണം ഷാൻഷാവോ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇഷ്യാൻ അങ്ങോട്ട് നടന്നു വരുവാണ്. അവനിൽ എന്തോ അട്രാക്റ്റ് ആകുന്ന എന്തോ ഒന്ന് ചെയ്തു. അവനും അത് മയങ്ങിപ്പോയതുമില്ല. ഇത്ര ബ്യൂട്ടിഫുൾ ആയ പെണ്ണിനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നു. അവരോട് നിന്റെ അടുത്ത് അവന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാനല്ലേ പറഞ്ഞ, ഫൈറ്റ് ഉണ്ടാക്കാൻ എന്തിനാണ് പോയത് എന്ന് പറഞ്ഞ് വഴക്ക്. അതിനുശേഷം ലാൻഡ് എന്ന് റൂമിലെത്തി. സിയാനാണെങ്കിൽ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ അവരൊന്ന് വെറുതെ വിടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇഷ്യാൻ ഇത് വേറെ സ്ഥലമാണ്, നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കിയാൽ അത് കൂടുകയുള്ളൂ. ഷിയോയാൻ അപ്പോൾ കൊയിലാങ് ഗാങ് ഇനി പ്രശ്നത്തിന് വരാം, അതിന്റെ കൂടെ ഡീമൺ വാലി ഉള്ളവരും. സിയാനോട് 3 ദിവസം കഴിഞ്ഞാൽ നിന്റെ ആഗ്രഹം സാധിക്കും എന്ന് പറഞ്ഞ് ഒരു ഫ്ലവർ എടുത്തു വയ്ക്കുന്നു. അത് കണ്ട് ഇത് പോയിസൺ ഫ്ലവർ അല്ലേ എന്ന് ചോദിക്കണം. അതെ, ഇതിന്റെ പേരാണ് സോൾ റിവോവറിംഗ് ഫ്ലവർ. ഇത് മോയ അവനെ അഫക്റ്റ് ആക്കി, അതാണ് മുൻപ് കണ്ടത്. 3 ദിവസം കഴിയുമ്പോൾ അവന്റെ കാര്യത്തിൽ തീരുമാനമാകും, അതിന്റെ എഫക്ട് വന്നു തുടങ്ങും, കോമയിലേക്ക് പോകും. അത് അവൻ പോലും അറിയാതെ. അത് അവർക്ക് ബാധിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആന്റിഡോസ് കുഴപ്പമില്ല. ഇനി പ്രശ്നത്തിന് വരികയാണെങ്കിൽ അവൻ എന്നെ ക്രഷ് ചെയ്യും. സിയാന്റെ ദേഷ്യം മാറാത്തത് കൊണ്ട് അവനൊരു ഡഹുവാങ് 6 സ്റ്റാർ ആണ്. നിന്റെ ചെറിയ പവറല്ലേ തന്നെ അവൻ മുഴുവൻ സ്ട്രെങ്ത് മനസ്സിലാക്കി. അടുത്ത തവണ നിന്റെ മുൻപ് വന്ന അവനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൂളാക്കി. ഇഷ്യാൻ ഷിയോയോനോട് ഈ ഹെയ്വാങ് പൗലിയിൽ എനിക്ക് ഒരുപാട് ഫീൽ തോന്നുന്നു, ഒന്നിലധികം ഡൗസും ഉണ്ട് എന്ന് പറയുമ്പോൾ ഓഡിഷൻ നടക്കൂലേ ബോധിയിലൊക്കെ, അതിന്റെ ആവശ്യക്കാർ ഒരുപാടുണ്ട്. ബ്ലാക്ക് കോർണർ റീജിയനിൽ ഒരുപാട് പേര് വരും, അതുകൊണ്ടാകാം വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട എന്ന് പറഞ്ഞിരുന്നു. ഷിയോന് റെസ്റ്റ് എടുക്കാൻ നാളെ പിൽസ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ആ മിസ്റ്റീരിയസ് മാനോട് ഫെങ്ങൻ എന്ന മോയൻ വാലിയിലെ ലീഡർ വന്ന് സംസാരിക്കുകയാണ്.
എന്താണ് കിട്ടിയ ഇൻഫർമേഷൻസ്? ബോധയിലിക്കൂടെ ഓഡിഷൻ ഹൗസിലുണ്ട്, ഒരുപാട് ഡൗസോങ്ങും വന്നിട്ടുണ്ട്, എന്തിനേലും നമ്മുടെ കയ്യിൽ തന്നെ അത് എത്തണം എന്ന് പറയുകയാണ്. ആ മിസ്റ്റീരിയസ് മാൻ അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട്, അല്ല മിസ്റ്റീരിയസ് മാനോട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഷിയോസെറ്റിൽ നിന്ന് രണ്ടുപേർ വന്നിട്ടുണ്ട്, അവരെ കൊല്ലട്ടെ എന്ന് ചോദിക്കണം. ഇതിന്റെ അവസാനം ആരും എസ്കേപ്പ് ആവില്ല. അവരോട് പിന്നെ പ്രധാനമായ ഡൗസോങ് അവരെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അവർ പോകുന്നു. എങ്കിലാ വന്നത് എനിക്ക് നല്ല ഫെമിലിയർ ആയിട്ട് തോന്നി എന്ന് ഷിയോനെ അത് മനസ്സിലാകാതെ പറയുകയാണ്. അതിനുശേഷം പിറ്റേന്ന് ഈ ഷിയോനെ ഉറക്കെഴുന്നേറ്റ് വന്ന് അവരോട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പില്ല് അത് സാധാരണ പില്ലല്ല, ഷെയ്ഖ്വാങ് പൗലിയിലുള്ള ഒരുപാട് ഡൗവാങ് എംബർ അല്ല ഡൗവാങ് മാസ്റ്റേഴ്സ് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഹൈഡ് ചെയ്യാനും കഴിയില്ല, അതുകൊണ്ട് എന്നെ പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കണം, എന്റെ ക്ലോസ് ആയിട്ട് ആരും വരാതെ നോക്കണം എന്ന് പറയുമ്പോഴാണ് ആരോ കഥ കൂട്ടുന്നത്. മാസ്ക് ഇട്ട് ആരെ നോക്കുമ്പോൾ അത് മോയായിരുന്നു. ആ സോറി പറയാൻ വന്നതാണ്. ഷെയ്ഖ്വാങ് കാണിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതും സിയാൻ വന്നിട്ട് ഒറ്റയടി. ആൾറെഡി മുൻപത്തെ കലിപ്പിൽ നിൽക്കുമായിരുന്നല്ലോ അവൻ പവർ, അത് ഉപയോഗിച്ചെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് ഒറ്റയടി പിന്നെ തെറിപ്പിച്ച് സിയാനോട് എന്താ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അകത്ത് പോകാനായിട്ട് പറയുന്നു. അപ്പോഴാണ് സമാധാനം ഇത് എന്ന പോലെ അവളും പോയി. ഇപ്പൊ സമയമില്ല പിന്നെ വരാം എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ കലിപ്പ് പോയി. അകത്താണെങ്കിൽ കൊള്ളാൻ അടിപൊളിയായിട്ടുണ്ട് എന്ന രീതിയിലാണ് സംസാരം. ഈശ്വരനാണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തോ, ആരും വരില്ല, ഇനി വരികയാണെങ്കിൽ ദയ കാണിക്കണ്ട എന്നോട് പറയുന്നുണ്ട്. സിയാന സെറ്റ്. അത് കഴിഞ്ഞ് അവൻ ആ പിൽസ് അതുണ്ടാക്കാനായിട്ട് തുടങ്ങി. ഏതാണെന്നാൽ സോങ് ബ്രേക്കിംഗ് പില്ല്. ഇതൊരു ടോപ്പ് ലെവൽ 6th ഗ്രേഡ് പില്ലാണ്. 7നോട് അടുത്ത് നിൽക്കുന്ന ഒരു പില്ല് കൂടിയാണെന്ന് ഓർക്കണം. ഇതൊരു ഡൗഹാങ്ങിൽ നിന്ന് ഡൗസോങ്ങിലേക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. സക്സസ് റേറ്റ് കൂട്ടും. അതല്ല ഓർത്തിട്ട് അവന് ഫർണീസ് അതെടുത്ത് സെറ്റാക്കി ഗ്രീൻ ഫ്ലെയിം ഒക്കെ ഉപയോഗിച്ച് അതൊന്ന് ചൂടാക്കി എടുത്തതുപോലെ അതിനാവശ്യമായ ഹെർബൽസ് അതെടുക്കുന്നു. അതെല്ലാം ഹൈ ക്വാളിറ്റി തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഇടുന്നു. അങ്ങനെ 2 ദിവസം അത് കടന്നു പോകുന്നു. സിയാനാണെങ്കിൽ കംപ്ലീറ്റ് ആകാതെ എന്താ, പുറത്ത് വരാത്ത എന്താ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. ഈശ്വരനാണെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആകാൻ വേണ്ടി ടൈം എടുക്കും. കുറച്ച് വെയിറ്റ് ചെയ്യുക, അത് തന്നെയാ 10 തവണയായിട്ട് പറയുന്നത്, ഇത് തന്നെയല്ലേ നീ ചോദിക്കുന്നത്. അപ്പോഴാണ് ഒരു എഫക്റ്റ് അത് കംപ്ലീറ്റ് ആകാനുള്ള ടൈം അത് എത്ര എന്ന് അവർക്ക് മനസ്സിലായി. ആ പിൽസ് എന്തൊക്കെയാ മാറ്റങ്ങൾ വന്ന് അതിന്റെ പ്രതിഭാസം ആകാശത്തേക്ക് പോവാണ്. അത് കണ്ടപാടെ എല്ലാവരും അത് കാണുന്നു. ഇതൊരു 7th ഗ്രേഡ് പില്ലാണ്, അല്ലടാ ഇത് 6th ഗ്രേഡ് ടോപ്പ് ലെവൽ പില്ലാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ചർച്ച. ഷിയോലിയും എൽഡർ ക്യുവാനും അവരവിടെ എത്തി ഷിയോസെറ്റിൽ നിന്നു. അപ്പോൾ അവരാണ് വന്നത്. അതുപോലെ തന്നെ ഡീമൻ വാലി ഉള്ളവരും അവിടെ എത്തി. ഇതാരാണ് ഹെയ്ഫാമിൽ ഇത്രയും കഴിവുള്ള ആൾക്കമിസ്റ്റ് എന്ന് പറഞ്ഞ് അതിശയിച്ച് നിൽക്കണം. അതുപോലെ തന്നെ ഡീമൻ വാലിയിലുള്ളവരും ഉണ്ട്. ആ മിസ്റ്റീരിയസ് മാനെ കണ്ടിട്ട് എൽഡർ ക്യുവാനും അവനും ഡേഞ്ചറാണ്, അവൻ്റെ ഔറ അത് സ്റ്റേബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. ഫെങ്ങിനപ്പോൾ സൂക്കുവാനാണല്ലോ, അവനെ ഞാൻ പിന്നെ കൊന്നോളാം എന്ന് പറഞ്ഞിട്ട് ഇതാരാണ് ഈ ബ്ലാക്ക് കോർണർ റീജിയനിലുള്ളത് എന്ന് പറയുമ്പോൾ ഓഡിഷൻ ഹൗസിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതിലാരെങ്കിലും ആകും. ഇത് ക്രിട്ടിക്കൽ ടൈമാണ്. ആ പിൽസ് റിഫൈൻ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ പിൽസ് അത് ബ്രേക്ക് ആകും. ആ ഉണ്ടാക്കുന്ന ആള് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമായിരിക്കും ഉണ്ടാക്കാൻ പോവുക. എന്തെങ്കിലും ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോഴാണ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്ന ഈശിയാൻ വരുന്നത്. ഒരു ഡൗസാണ് എന്നതുകൊണ്ട് അവർക്ക് ഷോക്ക്. 100 മീറ്റർ മാറിയെന്നോ ഇല്ലെങ്കിൽ കൊന്നുകളയും എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് അത് കൊടുക്കുന്നു. ഫെങ്ങിയൻ പോകാൻ നേരം വേണ്ട, ഡൗസോങ്ങായിട്ട് പ്രശ്നം വേണ്ട എന്ന് പറയാണ്. 3 മിനിറ്റിനുള്ളിൽ പോകാൻ പറയുമ്പോൾ ഷിയോലിയാണെങ്കിൽ നമ്മൾ ഷിയോസെക്റ്റ് ഒരു പ്രശ്നത്തിനും വന്നതില്ല, കാണാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയണം. അതായിട്ട് നിങ്ങൾ ഷിയോസെക്റ്റിൽ നിന്നാണോ അതേന്ന് പറയുമ്പോൾ ഷിയോലിയനോട് പിൽസ് ഉണ്ടാകുകയാണ്, ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത്, അവർ ശരിയെന്ന് പറഞ്ഞ് പിറകോട്ട് നിൽക്കുന്നു. ഫെങ്ങിയാനാണെങ്കിൽ ഷിയോസെക്റ്റിന് ആ വുമണിനെ അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ആള് അത്ര നല്ല റിലേഷൻഷിപ്പ് അല്ല, എങ്കിൽ അവരോട് ഇങ്ങനെ ചെയ്യില്ല. എങ്കിലും ഡൗസോങ് വുമൺ ഈ ബ്ലാക്ക് കോർണർ റീജിയൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല, മേ ബി ഔട്ട്സൈഡർ ആവാം എന്ന് ചർച്ച. ഷിയോയും ചെയ്ത് ഒരുപാട് പാടുപെടുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ എഫക്റ്റ് അത് അൾട്ടിമേറ്റ് ആയതുപോലെ, അതുകൊണ്ട് എല്ലാവർക്കും അതിശയം. പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ടോപ്പ് ലെവൽ 7നോട് അടുത്ത് നിൽക്കുന്ന 6th ഗ്രേഡ് പില്ലാണ്. പിന്നെ ആൾക്കമിസ്റ്റ് അത് ആരാണെന്ന് അറിയാൻ കൂടിയാണ് വരുന്നത്. എന്നാൽ അവരുടെ ഫ്രണ്ടിലായിട്ട് ഈശ്വൻ നിൽക്കുവാണല്ലോ. അതുപോലെ തന്നെ അങ്ങോട്ട് ഒരാൾ വരുന്നുണ്ട്, മോട്ടിയാൻഷ്യൻ. മോയെ ഈശ്വരനെ കണ്ട് ഇവളോ എന്ന് പറഞ്ഞൊരു ഹാപ്പി പോലെ. ആ മോട്ടിവേഷൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ആ നടന്ന കാര്യങ്ങൾ എല്ലാം പറയുന്നു. അതുപോലെ തന്നെ എൽഡർ ക്യുവായിട്ട് വന്ന പ്രശ്നം. അപ്പോൾ പറയുന്നുണ്ട് 6th ഗ്രേഡ് ആൾക്കമിസ്റ്റ് എങ്ങേജിലായ ഡൗസോങ് പ്രശ്നമുണ്ടാക്കാൻ പോകട്ടെ, അത് നമുക്ക് തന്നെ പണി കിട്ടും എന്ന് പറയുകയാണ്. എന്നാൽ മോയയ്ക്കാണെങ്കിൽ പോയിസൺ എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അവന് അട്രാക്റ്റ് ആയിട്ടാണല്ലോ തോന്നുന്നത്. അപ്പോഴേക്കും അത് കംപ്ലീറ്റ് ആകാനുള്ള ടൈം എത്തി. അതുകൊണ്ട് എല്ലാവരും അടുത്തേക്ക് വരുന്നു. ഈശ്വൻ അപ്പോൾ തന്നെ പിന്നെ ഒരു അവർ ഉപയോഗിച്ച് വരട്ടി. ഷിയോയൻ അത് അവസാനം കംപ്ലീറ്റ് ആയി. ആ പിൽസ് അതിന് സ്പിരിച്വൽ കാണുമല്ലോ, അത് എസ്കേപ്പ് ആകാനായിട്ട് നോക്കുകയാണ്. അത് ഷിയോയൻ സ്പിരിച്വൽ രൂപത്തിൽ പിടിക്കാനായിട്ട് നോക്കുന്നു. ആ മിസ്റ്റർവൻ ഈ സമയം അത് തടഞ്ഞ അവൻ പാടുപെടും എന്ന് പറഞ്ഞ ഒരു അറ്റാക്കിനെന്ന പോലെ നിൽക്കുമ്പോൾ മിക്കവാറുള്ളവരും അതിനായിട്ട് നിൽക്കുന്നത്. എന്നാൽ അവരുടെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നത് ഈശ്വരനാണല്ലോ. ഷിയോയൻ അതിൻ്റെ പിറകെ പോകുന്ന 3 ഫോമായിട്ട് കൂട്ടത്തോടൊക്കെ ചേർന്ന് പിടിക്കാൻ നോക്കുന്നു. എന്നാൽ പിടി തരില്ലടാ എന്ന പോലെ ഷിയോയൻ പിന്നെ കൺട്രോളിലാക്കുന്നുണ്ട്. അവസാനം അതിനെ പിടിച്ചു. അതോടെ താഴേക്ക് പോയി. അത് കംപ്ലീറ്റ് ആയപ്പോൾ അവിടെ ഉള്ളവർ ഓരോരുത്തരേറ്റ് പോവുകയാണ്. കാരണം അത് കഴിഞ്ഞല്ലോ. അവരെല്ലാവരും പോയതോടെ ഈശ്വരന് പോയി. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.